അധികം ആരും ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കരുത് എന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വാശി പിടിക്കുന്ന ഒരു കാര്യത്തില് അങ്ങനെ ഈ വാർത്ത അധികം ശ്രദ്ധിക്കപ്പെടരുത് എന്ന് വിചാരിച്ച് ആരും കാര്യമായിട്ട് കൊടുക്കാത്ത ഒരു വാർത്തയാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊന്നും പ്രധാന വാർത്തകളായിട്ട് വരില്ലല്ലോ. എന്താണ് കാര്യം? രണ്ട് ബദൽ മാധ്യമങ്ങൾ ദേശീയ തലത്തില് ആൾട്ടർനേറ്റീവ് മീഡിയ, ഈ പറയുന്ന BJPയെ അനുകൂലിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ബദൽ മാധ്യമം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രണ്ട് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് അന്വേഷിച്ച് നടത്തിയ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുണ്ട്. അത് മറ്റൊരു മീഡിയയ്ക്കും ഏറ്റെടുക്കാൻ ഒട്ടും ഇഷ്ടം തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിതിവിടെ പറയുകയാണ്. എന്താണ്? ഈ പറയുന്ന ബദൽ മീഡിയകളായ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറി, അത്യാവശ്യം വളരെ റീച്ചുള്ള രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളാണ് ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറി. ഇവർ സംയുക്തമായിട്ട് നടത്തി ഒരു വലിയ എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു വാർത്ത. ഒരൊറ്റ ദേശീയ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ചാനലുകളോ പത്രങ്ങളോ. എന്താണ് കാര്യം? ഇലക്ട്രൽ ബോണ്ടിലെ സുപ്രീം കോടതി വിധി നമുക്കറിയാം. ആര് തന്നു, ആർക്ക് കൊടുത്തു, അല്ലെ അതിന്റെ സോഴ്സ് എന്ത് ഒന്നും വെളിപ്പെടുത്താതെ 2018 മുതൽ ഇങ്ങോട്ട് 6000 കോടി രൂപയോളമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി BJP സമ്പാദിച്ചത് കാശ്. ആ വാർത്ത നമുക്കറിയാമല്ലോ. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിലെ 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചു. അതിന്റെ കലിപ്പിൽ BJP ഇതുവരെ അത് തീർന്നിട്ടില്ല, കലിപ്പ് പ്രധാനമന്ത്രിക്കുൾപ്പെടെ. അവിടെയാണ് പുതിയൊരു ബോംബ് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ സംയുക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബോംബ് പൊട്ടിച്ചത്. അതെന്താണ്? അതാണ് വാർത്ത. ഈ ഇലക്ട്രൽ ബോണ്ടിലെ 6000-ഓളം കോടി രൂപ കൂടാതെ BJP എങ്ങനെ പണം സമ്പാദിച്ചു, ഈ രാഷ്ട്രീയ കുതികാൽ വെട്ട് നടത്താനും കുതിരക്കച്ചവടം നടത്താനും എവിടുന്ന് പണം എങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നുള്ളതിന്റെ മറ്റൊരു സ്റ്റോറിയാണിത്. ഇലക്ട്രൽ ബോണ്ടിനൊപ്പം തന്നെ വേറെ സോഴ്സിൽ നിന്ന് എങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നത്, ആ വഴി പറഞ്ഞുതരാം ഈ പറഞ്ഞ വാർത്തയുടെ വിശദാംശങ്ങൾ. അതായത് 2018-19 സാമ്പത്തിക വർഷം, പിന്നെ 2022-23 ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ ഇത്രയും കാലയളവിൽ 18-5-23 ഈ 4-5 വർഷക്കാലത്ത് കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ED അറിയാമല്ലോ. EDയുടെ പ്രധാന പണി എന്താണെന്ന് അറിയാമല്ലോ. കേന്ദ്ര ഏജൻസികളെ വെച്ചിട്ട് ED, IT, ഇൻകം ടാക്സ് വകുപ്പ്, ആദായ നികുതി വകുപ്പ്, ഇവരെ വെച്ചിട്ട് 30 കമ്പനികളിൽ റെയ്ഡും കേസും ഒക്കെ ഉണ്ടാക്കി. റെയ്ഡ് നടത്തി പരിശോധന, കേസ്. അങ്ങനെ ഈ 30 കമ്പനികളിൽ നിന്ന് ഈ കേസിൽ നൂരാൻ വേണ്ടി ഈ കമ്പനികൾ BJPക്ക് കൊടുത്ത കാശ് എത്ര എന്നറിയുമോ? 335 കോടി രൂപ. അപ്പൊ ED രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല വേട്ടയാടുന്നെന്ന് മനസ്സിലായില്ല. തോമസ് ഐസക്കിന്റെ കേസ് നമുക്കറിയാം. അതുപോലെ പല രാഷ്ട്രീയ നേതാക്കളെയും ജയിലിലാക്കുന്ന പരിപാടി ED നടത്തുന്നത് നമുക്കറിയാം. ഇത് മാത്രമല്ല ED കേന്ദ്ര സർക്കാരിനും മോദി സർക്കാരിനും വേണ്ടി ചെയ്യുന്നതെന്നാണ് ഇപ്പൊ പുതിയ എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് പോലും രക്ഷയില്ല. കോർപ്പറേറ്റുകൾക്ക് രക്ഷയുണ്ട്, കൃത്യമായി കാശ് എണ്ണി കൊടുക്കുന്ന കോർപ്പറേറ്റുകളെ തൊടത്തില്ല. BJPക്ക് സംഭാവന കാര്യമായിട്ട് കൊടുക്കാത്ത കമ്പനികൾ 2014 ശേഷം, പിന്നെ രണ്ടാം ഗവൺമെന്റ് മോദിയുടെ വന്നതിന് ആ ഒരു കാലയളവിൽ ഈ കോടികൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സംഭാവന ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവിടെ എല്ലാം ED റെയ്ഡും കസ്റ്റംസ് വകുപ്പിന്റെ റെയ്ഡും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും ഒക്കെ നടത്തിയിരിക്കുന്നു ഈ കമ്പനികൾ. അങ്ങനെയാണ് 335 കോടി BJPക്ക് ഈ കാലയളവിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇലക്ട്രൽ ബോണ്ട് പൈസ കൂടാതെ ഈ 30-ൽ 23 കമ്പനികളാണ് ഈ 2014 വരെ BJPക്ക് സംഭാവന കൊടുക്കാത്തത്. അവരെയാണ് പിടിച്ചത്, റെയ്ഡിലൂടെ പിടിച്ചത്. ബാക്കിയുള്ള ഈ 5-6 കമ്പനികൾ കൃത്യമായിട്ട് പൈസ BJPക്ക് കൊടുക്കുന്നതുകൊണ്ട് അവിടെ കാര്യമായ റെയ്ഡ് ഇല്ലാതെ വന്നു. എന്നാൽ കൊടുക്കൽ മുടങ്ങിയപ്പോൾ റെയ്ഡ് വന്നു. അപ്പൊ ED എന്തിനായിരിക്കുന്നത്? നരേന്ദ്രമോദി സർക്കാരിന്റെ പാർട്ടിക്ക് BJPക്ക് കാശ് പിരിക്കാനാണ്. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനായിരിക്കുന്നത്? നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി BJPക്ക് പൈസ പിരിക്കാനാണ്. അങ്ങനെ അന്വേഷണം നടത്താൻ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം, ഈ പുറത്തു വന്ന സംഭവങ്ങൾ. അപ്പൊ ഇവര് ഈ 23 കമ്പനികൾ മാത്രമായിട്ട് തന്നെ ഈ കാലയളവിൽ അവർക്ക് 187 കോടി രൂപ BJPക്ക് സംഭാവന ചെയ്തു. ഇപ്പോഴത്തെ മൊത്തം 335 കോടി രൂപയിൽ
187 കോടി രൂപ ഇവർ തന്നെ സംഭാവന ചെയ്തിരിക്കുന്നു. ഇതേപ്പറ്റി വലിയ മാധ്യമ ചർച്ചകളോ ജനങ്ങളിതൊന്നും അറിയണ്ട. ഇലക്ട്രൽ ബോണ്ട് ഒരു വാർത്തയായി വന്നത് തന്നെ എത്രയോ ചുരുക്കിയാ കൊടുത്തത്. ഒരു സുപ്രീം കോടതി വിധി വന്നിട്ട് ഒരു പ്രധാന വാർത്തയായിട്ട് ഇതിപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വന്നപ്പോൾ വേറെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല. BJP ഇങ്ങനെയാണ് കാശുണ്ടാക്കിയത്. BJPയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും അട്ടിമറിക്കാൻ വേണേ അവർക്ക് പൈസ മുടക്കാനുണ്ട്. ഒരു ലോക്സഭാ സീറ്റ് ഞങ്ങൾക്ക് വിലയ്ക്ക് തരണം എന്ന് കേരളത്തിൽ വന്നിട്ട് തിരുവനന്തപുരം ഞങ്ങൾ ഈ വിലയ്ക്ക് എടുത്തോളാം, നിങ്ങൾക്ക് എത്ര കാശ് തരണം, നിങ്ങളുടെ വോട്ടൂടെ ഞങ്ങൾക്കൊന്ന് തന്നാൽ മതി എന്ന് മറ്റു പാർട്ടികളോട് പറയുന്നവരെ BJP ആലോചിച്ച് നോക്കിയേ. അല്ല, തൃശ്ശൂർ ഞങ്ങൾക്ക് ഈ വേണം, അത് നിങ്ങൾ കുറച്ച് പേര് ഞങ്ങൾക്ക് മാറ്റി വോട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾ ജയിപ്പിക്കുക, അതിന് എത്ര കാശ് വേണം? കാശ് നമ്മൾ ചാക്ക് കണക്കിന് തരാം, പ്രശ്നമില്ല. ഇതാണ് BJP. അതായത് ഒരു വളരെ മോൺസ്ട്രസ് ഗ്രോത്താണ് സാമ്പത്തിക ശക്തി എന്ന നിലയിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ. മറ്റാരുടെ കയ്യിൽ പണമില്ല, കാര്യമായിട്ട് കോൺഗ്രസിനില്ല, ഇടതുപക്ഷ പാർട്ടികൾക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പണക്കൊഴുപ്പിന്റെ ഒരു മേള കൂടിയാണ് ലോക്സഭ ഇലക്ഷൻ എന്നറിയാമല്ലേ? അല്ല, ഏത് തെരഞ്ഞെടുപ്പും, പ്രത്യേകിച്ച് ലോക്സഭ ഇലക്ഷൻ, രാജ്യത്തിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, രാജ്യത്തിന്റെ ഭാവി 5 കൊല്ലത്തേക്ക് നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇത് പണക്കൊഴുപ്പിന്റെ ഒരു മേള കൂടിയാണെന്ന് നമ്മൾ മറന്നുപോകരുത്. ഇതിൽ പണം ഒഴുക്കാൻ പോകുന്ന കരുത്തുള്ള, ശക്തിയുള്ള, ശേഷിയുള്ള, കയ്യിൽ പണമുള്ള പാർട്ടി BJP മാത്രമേ ഉള്ളൂ. സ്വസ്ഥം സുഖം.